Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് ഞാൻ വീണ്ടും ടെക് ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതേപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ഒന്നും ചെയ്യാണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതേപോലെ തന്നെ എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ എന്ന് പറയാനുള്ളത്. ഇന്ന് കേരളത്തിലാണ് ഇന്ന് വലിയ പെരുന്നാൾ. ഇന്നലെ ദുബായിലായിരുന്നു വലിയ പെരുന്നാൾ. അപ്പോൾ എല്ലാവർക്കും വലിയ ഈദ് മുബാറക് ടു ഓൾ ദ ഫാമിലി മെമ്പേഴ്സ്. എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനും അതേപോലെ എൻ്റെ കുടുംബ മിത്രാദികൾക്കും എല്ലാവർക്കും എൻ്റെ വലിയ ഈദ് മുബാറക്. അപ്പോൾ വീഡിയോ അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. അപ്പോൾ ഗൈസ്, നമുക്ക് ടെക് ന്യൂസിലേക്ക് അടുക്കല. അപ്പോൾ ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് നമ്മുടെ ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്നാണ്. ഇൻഫിനിക്സ് നിലവിൽ പുതിയൊരു സ്മാർട്ട് ഫോൺ കൊടുത്തിരുന്നു. ഇൻഫിനിക്സിന്റെ 40 Pro എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് സീരീസ് സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നു. അതൊരു ആക്ച്വലി ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ്. മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 8200 ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോസസ്സറൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി മിഡ് റേഞ്ച് സെഗ്മെന്റിലുള്ള ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, അതിൽ ബൈപ്പാസ് ചാർജിങ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ പുതിയൊരു ടെക്നോളജിയാണ്. എന്നാൽ പോലും ഇൻഫിനിക്സ് ഒരു റേഞ്ചിലേക്ക് എത്തി. ഇപ്പോൾ അതാ ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിക്സ് ഇനി ടാബ് ഇൻഡസ്ട്രിയിലേക്കും വരാൻ പോകുന്നുണ്ട് എന്നാണ് പറയണത്. ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷപ്പെട്ട ഒരു വാർത്തയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. ഇതൊരു ടഫർ കോമ്പറ്റീഷൻ ആയിട്ട് മാറാൻ പോകുകയാണ് ഗൈസ്. സാംസങ്, ഓപ്പോ, വിവോ, അതേപോലെ OnePlus, ഹുവാവി, ലെനോവോ, ഇവർക്കൊക്കെ അതൊരു ടഫർ കോമ്പറ്റീഷൻ ആയിട്ട് മാറും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇൻഫിനിക്സും ടാബ് ഇൻഡസ്ട്രിയിലേക്ക് കുതിപ്പ് കൊണ്ടുവരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി അടുത്ത ന്യൂസ് അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ സൈഡിൽ നിന്ന് പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 6S Gen 3 എന്ന് പറയുന്ന ചിപ്പ് സെറ്റ് ഇറങ്ങാൻ പോവുകയാണ്. അത് റീപ്ലേസ്മെൻ്റ് ആണ്. സ്നാപ്ഡ്രാഗൻ്റെ 695 എന്ന് പറയുന്ന 4 വർഷം പഴക്കമുള്ള ചിപ്പ് സെറ്റിനെ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. 50% ഫാസ്റ്റർ ഉണ്ടാവും എന്നാണ് സ്നാപ്ഡ്രാഗൺ അവകാശപ്പെടുന്നത്. അത് മാത്രമല്ല, ഇതിൽ AI ഇൻറ്റിഗ്രേഷന് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതേപോലെ തന്നെ GPU CPUവിൻ്റെ കാര്യത്തിലൊക്കെ വലിയ വാസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇനി സ്നാപ്ഡ്രാഗൺ ഏത് സീരീസുകളിലായിരിക്കും ഇത് കൊണ്ടുവരാമെന്നുള്ള അപ്ഡേറ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു ലൈക്കും ഒരു കമൻറ്റും തീർച്ചയായിട്ടും ചെയ്യാം. ജൂലൈ 10 സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. അവർ ഒഫീഷ്യലായിട്ട് ജൂലൈ 10 പുതിയ ന്യൂ ലിസ്റ്റഡ് പ്രൊഡക്ട്സുകളൊക്കെ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ ഗാലക്സിൻ്റെ വാച്ച് 7 Pro, ഗാലക്സിൻ്റെ റിങ്, പിന്നെ ഗാലക്സിൻ്റെ Z Fold 6, Z Flip 6 ഒക്കെ റിലീസ് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ ഒഫീഷ്യലായിട്ട് അവർ ഏത് രാജ്യത്താണ് അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ വാട്ട് ദേ ആർ ഗോയിങ് ടു ബി എന്ന് വേണമെങ്കിൽ പറയാം. AI ടെക്നോളജീൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എത്ര ഈ പറഞ്ഞ സീരീസുകളിൽ ഇനി ഉണ്ടാവും എന്നാണ് നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്നൊക്കെ മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആ അപ്ഡേറ്റ് വരുന്നുണ്ടെങ്കിൽ AIയിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരും എന്നുള്ളൊരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ടെക്നോളജീൻ്റെ പുതിയ അപ്ഡേറ്റ് പറയാൻ പോകുന്നത്, അതും ദുബായിലേക്കാണ്. ടെക്നോളജീൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ഇവിടുത്തെ ക്രൗൺ പ്രിൻസ് ഷേഖ് ഹംദാൻ ബിൻ റാഷിദ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ പുതിയ അപ്ഡേറ്റ്, 2 പുതിയ അപ്ഡേറ്റുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ടോട്ടലി IT സെക്ടർ ഇൻ ജനറലായിട്ട് മാറ്റാൻ പോവുകയാണ്. 2030 മുതൽ ഒരുപാട് AI ടെക്നോളജി എൻജിനീയേഴ്സിനെ കൊണ്ടുവരാൻ പോവുകയാണ് ഗായ്സ്. അതായത് ഇനി IT എൻജിനീയർ ഫുൾ റിലൈ ചെയ്യാൻ പോകുന്നതും AI ടെക്നോളജിയിൽ കൂടെ.
സത്യം പറയാൻ ഇയാൾ ഈ ഷെയ്ഖ് ഹംദാനി ഉണ്ടല്ലോ, ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ് അയാൾ. ആ ഒരു ഇത്രയും ഒരു ചെറിയൊരു രാജ്യത്ത് ഇത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാമെന്ന് പറയുന്നത് സത്യം പറയാം ദാറ്റ്സ് ആൻ അബ്സല്യൂട്ട്ലി വേൾഡ് ക്ലാസ് കാര്യങ്ങളാണ് ഇപ്പോൾ ഷെയ്ഖ് ഹംദാനി കൊണ്ടുവരാൻ പോകുന്നതും. എല്ലാ IT സെക്ടറിലും എല്ലാ ലോക്കൽസിനെ കൊണ്ടും AI ടെക്നോളജീൻ്റെ ആൽഗോറിതവും അതിൻ്റെ ഇൻറ്റിഗ്രേഷനും ഇങ്ങേര് കൊടുത്തിട്ടുണ്ട്. ഇതാരാണ് പറഞ്ഞത് വെച്ചാൽ ഖലീജ് ടൈംസിൻ്റെ ന്യൂസ് അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളെ മുന്നിൽ പറയാൻ പോകുന്നത്. ഹാറ്റ്സ് ഓഫ് ടു വാട്ട് ദിസ് ഗായ് ഹാസ് ഡൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത അപ്ഡേറ്റ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ടെക്നോളജി തന്നെ വീണ്ടും ഇനി ഇവിടെ വരാൻ പോകുന്ന എല്ലാ സ്കൂൾ ടീച്ചർമാർക്കും AI ടെക്നോളജി പഠിപ്പിക്കാൻ പോവുകയാണെന്നാണ് പറയണത്. ഇത് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. KHDA എന്ന് പറയുന്ന ഇപ്പോഴത്തെ ടീമാണ് ഇതിന് അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഇനി ഇവിടുന്ന് ഈ 2025 മുതൽ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഇനി ടീച്ചർമാരടക്കം AI ടെക്നോളജി കൊണ്ടുവരും. അത് കമ്പ്യൂട്ടറിൽ ഒരു പാഠപുസ്തകത്തിൻ്റെ ഒരു സെക്ഷനാക്കി മാറ്റുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഭാവിയിലുള്ള പിള്ളേരൊക്കെ AI-നെ ജീവിച്ചിട്ടായിരിക്കും ഇനി റിലൈ ചെയ്യാം. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യാം. ഞാൻ നേരത്തെ ഒരു മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു AI is going to be a revolution എന്നുള്ളത്. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ഷെയ്ഖ് മുഹമ്മദ്. വീണ്ടും വാക്കുകളൊന്നുമില്ല പറയാൻ. സത്യം പറയാം, ഇങ്ങനൊരു വേറൊരു ലെവൽ മനുഷ്യനാണ് ഈ ഷെയ്ഖ് ഹംദാൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ന്യൂസ് അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.